മക്കളെ. എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ഒരു മനുഷ്യനെ കൊല്ലുന്നതിനും തിന്നുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ മനുഷ്യന്റെ സമനില തെറ്റും, മനുഷ്യന്റെ ക്ഷമ നശിക്കും. അത് കഴിയുമ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്ത് തുടങ്ങും, അങ്ങേയറ്റം റിയാക്ട് ചെയ്ത് തുടങ്ങും. ഇപ്പൊ ഈ പറയുന്ന ഓരോ ഇത്രയും നാൾ ഞാൻ ഇല്ലാതിരുന്നപ്പോൾ കുറേ വീഡിയോ ആയിട്ട് വന്നിരുന്ന കുറേ സൽഗുണ സമ്പന്നന്മാരുണ്ട്. പിന്നെ ബാക്കി കൂടെ കളിച്ച എനിക്ക് കുറേ പേരുണ്ട്. അപ്പം അവർ ഇനി എന്തെങ്കിലും ഡയലോഗുമായിട്ട് വന്നാൽ എനിക്കത് എങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പറയണം, ഏതൊക്കെ രീതിയിൽ ഇവരുടെയൊക്കെ ഏതൊക്കെയാണെന്നല്ല എനിക്കറിയാം. എന്ത് സത്യം എന്നുള്ളത് ഞാൻ പബ്ലിക്കായിട്ട് എടുത്തിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ അവിടെ റിവീലായി നിങ്ങളെ ഇതൊക്കെ തിരിച്ചു കിട്ടുന്നതെന്ന് ആലോചിച്ചു. ഞാനിത് താങ്ങിയ പോലെ നിങ്ങൾ താങ്ങണമെന്ന് വരില്ല. അഭിമാനത്തോടെ പറയാം, ഞാനിത് താങ്ങിയതുപോലെ നിങ്ങൾ താങ്ങി വരില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ പച്ചിറച്ചി തിന്നുന്ന പരിപാടി ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് വേറൊന്നും പറയാനില്ല. പല ന്യൂസുകൾ കേട്ടിട്ടും എന്നെ വിശ്വസിച്ചവരോട് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്ന കുറേ പേരോടാണ്. ഒരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന വിഷമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ മാറും. എനിക്ക് എന്താണ് ഒരു ക്ലെൻസിങ് ആയിരുന്നു, എനിക്ക് നല്ലൊരു ക്ലെൻസിങ് ആയിരുന്നു. എല്ലാ രീതിയിലുള്ള ഒരു ക്ലെൻസിങ് എനിക്ക് കിട്ടി. കുറേ പേരെ തിരിച്ചറിയാൻ പറ്റി, ആരൊക്കെ കാണും ആരൊക്കെ കാണില്ല, എന്ത് കാണും ഏത് കാണില്ല എന്നൊക്കെ എനിക്ക് തിരിച്ചറിയാം.